ഒരിക്കലും ഒരു ഘടകമായി കാണുന്നില്ല. ആദ്യം തന്നെ അതാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായി തന്നെ ഇവിടെ വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുണ്ട്. അതോടൊപ്പം ആധുനിക രീതിയിലൊരു അംഗൻവാടി കെട്ടിടം കൊണ്ടുവരണം. അതോടൊപ്പം റെസിഡൻസ് അസോസിയേഷൻ, ഇപ്പൊ ഞാനൊരു കലാകാരി കൂടിയാണ്, അപ്പം സാംസ്കാരിക കലാവേദികൾ ഇവിടെ വളരെയധികം കുറവാണ്. പണ്ട് കാലയളവിൽ റെസിഡൻസ് അസോസിയേഷൻ തമ്മിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം. പിന്നെ ജനങ്ങളുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള നേടണം. അങ്ങനത്തെ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മെച്ചൂരിറ്റി ഉണ്ടോ എന്നുള്ളത് ഞാൻ പറയേണ്ട ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല. ശാസ്ത്രമംഗലത്ത് 3 സ്ത്രീകളാണ്. ശ്രീലേഖ IPS ഒരുപക്ഷെ മുതിർന്ന 2 വ്യക്തികളോടൊപ്പം യൂത്ത് എന്നുള്ള രീതിയിൽ അമൃതയും കൂടെ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബഹുമാനവും സ്നേഹവും മാത്രമാണ് എനിക്ക് 2 വ്യക്തികളോടും ഉള്ളത്. ശ്രീലേഖ IPS ഉണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ BJPയുടെ ഒരു കോട്ട തന്നെയായിരുന്നു. നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഡ്രെയിനേജ് സൗകര്യങ്ങൾ, റോഡിന്റെ പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇനി അമൃത വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ ഓൾറെഡി തന്നെ ശാസ്തമംഗലത്തെ MLA VK പ്രശാന്തിന്റെ സാറിന്റെ രീതിയിൽ ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതോടൊപ്പം കഴിഞ്ഞ മുൻകാലുള്ള LDF കൗൺസിലർമാർ ഒരുപാട് വികസനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അതോടൊപ്പം എന്റെ രീതിയിലുള്ള പുതിയ ആശയങ്ങളും പുതിയ വികസനങ്ങളും ഉറപ്പായും ഉണ്ടാകും. പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പൊ അതിനോട് എന്താണ് പറയുന്നത്? ഇപ്പൊ അറിയാൻ ആര്യ രാജേന്ദ്രൻ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ്. അപ്പൊ എന്ത് തോന്നുന്നു അങ്ങനെ ഒരു ചർച്ച വരുന്ന സമയത്ത്? പ്രായം ഒരിക്കലും ഒരു ഘടകമായി കാണുന്നില്ല. ആദ്യം തന്നെ അതാണ് എനിക്ക് പറയാനുള്ളത്. അമൃത ഒരുപക്ഷെ ശാസ്ത്രമംഗലത്ത് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ആദ്യമായി തന്നെ ഇവിടെ വയോജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുണ്ട്. അതോടൊപ്പം ആധുനിക രീതിയിലൊരു അംഗൻവാടി കെട്ടിടം കൊണ്ടുവരണം. അതോടൊപ്പം റെസിഡൻസ് അസോസിയേഷൻ, ഇപ്പൊ ഞാനൊരു കലാകാരി കൂടിയാണ്, അപ്പം സാംസ്കാരിക കലാവേദികൾ ഇവിടെ വളരെയധികം കുറവാണ്. പണ്ട് കാലയളവിൽ റെസിഡൻസ് അസോസിയേഷൻ തമ്മിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം. പിന്നെ ജനങ്ങളുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ള നേടണം. അങ്ങനത്തെ ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ബാംഗ്ലൂർ ആണ് അല്ലെ, IT മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യല്ലേ? അതെ അതെ. അപ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് പെട്ടെന്ന് ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ചൂടുമാറ്റം എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ആദ്യമായി അല്ല രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. കൊച്ചിലെ തൊട്ട് ബാലസംഘത്തിൽ പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം കോളേജ് എന്റെ പഠന കാലയളവിൽ SFIയുടെ ജനറൽ സെക്രട്ടറി പ്രവർത്തിച്ചിരുന്നു. അപ്പൊ എന്റെ പഠനവും രാഷ്ട്രീയം ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം DYFൽ പ്രവർത്തിച്ചിരുന്നു. കോവിഡ് സമയങ്ങളിലായാലും പ്രളയ സമയത്തായാലും വോളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം ഒരുപാട് NGOസിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഇതൊരിക്കലും എനിക്കൊരു പുതിയ കാര്യമായിട്ട് തന്നെ കാണുന്നില്ല. ഇപ്പൊ ഇന്നത്തെ തലമുറയുമായി ബന്ധപ്പെട്ട് തന്നെയാണോ റീലിലൊക്കെ ഏറ്റവും കൂടുതൽ വിഷയമായിട്ട് ഡാൻസ് വീഡിയോ ഒക്കെ വരുന്നതാണ്? അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? സന്തോഷമുണ്ട്. കാരണം ആൾക്കാർ എന്നെ ഏറ്റെടുക്കുന്നതിൽ തന്നെ വളരെ സന്തോഷത്തോടെ കാണുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഒരു വൈറൽ ഇതാണോ അത്? അങ്ങനെ ഞാനായിട്ട് ഇട്ടതല്ല, ആൾക്കാർ എന്റെ പ്രൊഫൈലിൽ നിന്ന് എടുത്തിടുന്നതാണ്. അപ്പൊ ഒരുപാട് സന്തോഷം. അവർക്ക് അത്രയും താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്റെ പ്രൊഫൈലിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നൃത്തം നേരത്തെ പഠിച്ചിട്ടുണ്ട്? കൊച്ചിലെ തൊട്ട് ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്. ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. റീല് ചെയ്യാറുണ്ടോ? നോർമലി റീൽസ് ചെയ്യാറുണ്ട്. ഈ ഇടയ്ക്ക് ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. ടിക്ടോക്ക് സമയം തൊട്ട് തുടങ്ങിയതാണ്. ഒരു സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കുകയാണെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകും. എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എപ്പോഴും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ജനം കാണുന്ന കുറച്ചുകൂടി മെച്യൂർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന കളിതമാശകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പണ്ട് കാലങ്ങളിൽ. പക്ഷെ ഇപ്പോൾ എനിക്കൊന്ന് കാലം മാറിയപ്പോഴേക്കും ഒരുപക്ഷെ UDF കുറെ യൂത്തിനെ കൊണ്ടുവരുന്നു. പിന്നീട് LDF അത് ഏറ്റുപിടിക്കുന്നു, BJP ഏറ്റുപിടിക്കുന്നു. ഇത്തരത്തിലുള്ള കുറച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേന് കുറച്ച് യൂത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന മുതിർന്ന സ്ഥാനാർത്ഥികൾ, മുതിർന്ന നേതാക്കന്മാർ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അതിന്റെ അനുഭവ പഠനമൊന്നും നമുക്ക് കാണണമെന്നില്ല. പക്ഷെ അത് അത്രത്തോളം എത്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശം എന്ന് നമ്മൾ വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാറ്റുമ്പോഴും സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ പ്രവർത്തന സജ്ജമാകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരുപക്ഷെ അത്ര മെച്യൂരിറ്റി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. മെച്യൂരിറ്റി ഉണ്ടോ എന്നുള്ളത് ഞാൻ പറയേണ്ട ഒരു കാര്യമായി എനിക്ക് തോന്നുന്നില്ല. എന്റെ പ്രവർത്തനങ്ങളിൽ അവർ മനസ്സിലാക്കി അവർ പറയേണ്ടതാണ്. അതോടൊപ്പം എന്റെ കൂടെ ഒരുപാട് എന്റെ സഖാക്കൾ ഒരുപാട് പേര് എന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം അവർക്ക് മുൻപുള്ള കൗൺസിലർമാരും എല്ലാവരും എന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അവർ തന്ന പാഠങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകും. അതോടൊപ്പം എന്റെ ആശയങ്ങളുമായിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. കുറച്ചുകൂടി യൂത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്? യുവതലമുറകൾ ഇപ്പോൾ ആരും തന്നെ ഫീൽഡിൽ ഇറങ്ങുന്നില്ല. അപ്പം എല്ലാവരും ഫോണും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ആയിട്ട് വീടുകളിൽ മാത്രമായി ഒതുങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും എന്റെ ശാസ്ത്രമംഗലം വാർഡിലുള്ള എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഇന്ററാക്ഷൻ ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും ആശയങ്ങളും കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുമായിട്ട് സംസാരിക്കണം എന്നും എനിക്കുണ്ട്.